ചിദേവിയാ എന്താ അടിച്ചോരിട്ടുണ്ട്. കുന്നമംഗല പടനില എല്ലാവരും സിംഗിന്റെ ഉമ്മ, അതായത് എന്റെ അമ്മായിയമ്മ പുതിയൊരു സംരംഭം തുടങ്ങുകയാണ്. എന്താ അല്ലെ, അതിന്റെ ഇനാഗ്രേഷൻ ആണ്. ഇന്നാണ് ഇനാഗ്രേഷൻ. 12 മണിക്കാണ്. നമ്മളിപ്പോ വയനാട്ടിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ ഒന്ന് ഫ്രഷ് ആയി റെഡിയായി ഇറങ്ങി. അതെ, അപ്പൊ ടൈം ആയിട്ടുണ്ട്. നമ്മുടെ ഇളച്ചുണ്ട്. ഇളച്ചെ പോവാ. ഇളച്ചിയാണ് ക്യാമറ പിടിച്ചെന്നത്. സോ നമ്മളിതാ 12 മണി ആവാനായിട്ടുണ്ട്. അവിടെ ആൾക്കാരൊക്കെ റെഡിയാണ്. നമ്മൾ അങ്ങോട്ട് പോവാണ്. ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ്, എങ്ങനെയൊക്കെ, എന്ത് സംഭവമാണെന്നുള്ള അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മായിയമ്മൻ്റെ സംരംഭം കേട്ടോ. അതെ, എന്താ സംഭവം എന്ന് കാണിച്ചരാ. എന്തൊക്കെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് എവിടെയാണെന്നറിയോ ശരിക്കും? ഇത് എവിടെയാണ് സ്ഥലം പറഞ്ഞു കൊടുത്തത്? പൈമ്പാലശ്ശേരിക്ക് പോകുന്ന ആ ഒരു ടേണിംഗിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ വുമൺ എംപവർമെന്റ് ആൾക്കാരാണ് നമ്മളിവിടെ കാണാൻ വേണ്ടി പോകുന്നത്. എൻ്റെ അമ്മായിയമ്മ ഒരു ടീച്ചറാണ്, പക്ഷെ ഇപ്പോൾ ഒരു സംരംഭക കൂടി ആയിരിക്കുകയാണ്. വരും. അപ്പോൾ 2 വുമൺ എംപവറിങ് ആൾക്കാരാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. അതായത് ഇവർ രണ്ടാളും കൂടി തുടങ്ങിയ ഒരു സംരംഭമാണ്. അപ്പോൾ ഇതാണ് നമ്മളെ അമ്മായിയമ്മ. ഓക്കെ, ഇത് നമ്മളെ അമ്മിഞ്ഞ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതെന്താ സംഭവം? ഫ്ലോർ മില്ലാട്ടോ. അതായത് നിങ്ങൾക്ക് പൊടിപ്പിച്ച് കിട്ടും. എന്ത് ധാന്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ അരി ആയിക്കോട്ടെ, മുളകായിക്കോട്ടെ, സ്പൈസസ് എന്താണെന്നുണ്ടെങ്കിലും പൊടിപ്പിച്ച് കിട്ടും. ഇവിടെ കുറച്ച് പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് ഇത് നമ്മുടെ കൊടുവള്ളി എവിടെയാണ്? പൈമ്പാലശ്ശേരി. പൈമ്പാലശ്ശേരിയാണ് ഇത് വരുന്നത്. കുന്നമംഗലം ആയിക്കോട്ടെ, കൊടുവള്ളി ആയിക്കോട്ടെ, മടവൂര്, നരിക്കൂനി, ഏത് സ്ഥലത്തുള്ള ആൾക്കാർക്കാണെങ്കിലും ഇവരുടെ വാട്സപ്പ് നമ്പർ തരാം. ആ നമ്പറിൽ മെസ്സേജ് അയക്കട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഇല്ലാതെ നടക്കൂലല്ലോ. അപ്പം നല്ല നീറ്റായിട്ട് വൃത്തിയുള്ള ഭക്ഷണം അല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പൊടി. അതായത് നിങ്ങൾക്ക് ധാന്യങ്ങൾ ഉണക്കി വെച്ചിട്ടുണ്ട്, അത് പൊടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ ആള് വന്നിട്ട് അവിടുന്ന് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, തൂക്കി നോക്കിയിട്ട് നിങ്ങളെ മുന്നിൽ വെച്ച് തൂക്കി നോക്കിയിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടുവന്ന് പൊടിപ്പിച്ച് നിങ്ങൾക്ക് തന്നെ ഡെലിവറി. പഴയ കാലമൊന്നുമല്ല. പണ്ട് ഞാനൊക്കെ എന്ത് ചെയ്യും, മുത്തപ്പ വിടുവാ, പണ്ട് സഞ്ചി തൂക്കിയിട്ടല്ലേ നമ്മൾ പോവുക പൊടിപ്പിക്കാനൊക്കെ. അപ്പൊ അങ്ങനെ സഞ്ചി തൂക്കി പോവാൻ ചിലപ്പോ വീട്ടിൽ ആൾക്കാരുണ്ടാവില്ല, എല്ലാരും തിരക്കല്ലേ ഇപ്പൊ. അതെ, അതുപോലെ തന്നെ ചിലർക്ക് മടി ഉണ്ടാവും, ഈ കവറും പിടിച്ചിങ്ങനെ പോകണ്ടേ. അപ്പൊ ആ മടി ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളാള് വരും, ഡോറിന്റെ മുമ്പിൽ സാധനം കിട്ടും. അതെ, നിങ്ങളെ പിക്ക് ചെയ്ത് ഡോർ ടു ഡോർ ഡെലിവറി നടത്തിയിട്ട് പോരും. അത് നിങ്ങളെ സാധനം. അതുപോലെ തന്നെ വരുന്നില്ല. അതെ, നമ്പർ വിളിച്ചാൽ മാത്രം മതി. ഇനി അല്ലെങ്കിൽ ഇവിടെ ചൂടാക്കിയിട്ട്, അതായത് അമ്മ ഇതെന്താണ് ചൂടാക്കണത്? അപ്പൊ ഇതെന്ന് പൊടിക്കേണ്ടതല്ലേ? ഓക്കെ. ഓ, അത് മറന്നുപോയിട്ട് നമ്മള്, സോറി, ഞാനത് മറന്നുപോയതാ. ഇവിടെ അതായത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇനിയിപ്പോൾ പൊടിപ്പിക്കാൻ നിങ്ങളെ സാധനം ഇല്ലാന്നുണ്ടെങ്കിലും നല്ല പൊടികൾ, അതായത് അരി ആയിക്കോട്ടെ, എന്തൊക്കെയുണ്ട് ഉമ്മ ഇവിടെ നിങ്ങൾ പാക്കറ്റ് ആക്കി കൊടുക്കുന്നത്? ഇവിടെ പത്തിരിപ്പൊടി ഉണ്ട്, ഗോതമ്പ് പൊടി ഉണ്ട്, മുത്താറിപ്പൊടി ഉണ്ട്, മല്ലിപ്പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, എല്ലാ പൊടികളും ഉണ്ട്. മായം കലരാത്ത വീട്ടിൽ നിന്ന് കഴുകി ഉണക്കിയിട്ടാണ് നമ്മളിതൊക്കെ കൊടുക്കുന്നത്. കൂവപ്പൊടി ഉണ്ട്, മൂത്താപ്പ പറഞ്ഞു കൂവപ്പൊടി. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ എപ്പോഴും ഒരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പം ഞാൻ വനിതാ മെസ്സാണ് എപ്പോഴും തപ്പിയെടുക്കുക, ഹോട്ടലിനെക്കാട്ടി ഉപരി. നമ്മളല്ലേ, നമ്മളെന്നല്ല, ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, മുന്നോട്ട് വരാൻ താല്പര്യം കാണിക്കുന്ന സ്ത്രീകൾ. അത് മാത്രമല്ല, നാടൻ ഭക്ഷണം ഞാൻ ഉദ്ദേശിച്ച് അതിലുപരി നാടൻ ഭക്ഷണം എന്നുള്ളതൊരിത്. അപ്പൊ അതെന്താ നമ്മൾ ഉദ്ദേശിക്കുക, നമ്മളെ വീട്ടിലെ മാതിരി നമുക്ക് ഭക്ഷണം കഴിക്കാലോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടില് നിങ്ങൾ പൊടിപ്പിക്കുന്ന പോലെ തന്നെയുള്ള പൊടികളും
ഇതാ നമ്മളമ്മ ഇതാ 2 വനിതകളാണ് ഇത് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവര് വീട്ടിലെ എന്താണ് രുചി, വീട്ടിലെ ഇതാ അപ്പൊ പറഞ്ഞു കൊടുക്കണതാ പുള്ളിയാണ് ഇതിന്റെ പൊടിപ്പിക്കുന്ന ആള്. അപ്പൊ മൂപ്പർക്ക് തന്നെ ഇതാ പറഞ്ഞു ഇന്ന വേവ് ആവണം മറ്റേതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ, ചൂട് അളവുകളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് നല്ല പൊടികളും കിട്ടുന്നതായിരിക്കും അല്ലെ. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഞാൻ നമ്പർ കൊടുക്കാം, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പൊ ഈ ഏരിയയിൽ കുന്നമംഗലം എവിടേക്കാ അമ്മ? കുന്നമംഗലം ആയിക്കോട്ടെ, നമ്മളെ ഈ കൊടുവള്ളി ആയിക്കോട്ടെ, നരിക്കൂനി അതാ മൂത്താപ്പാണ് അതിന്റെ ആള്. മടവൂർ മുക്ക്, മുട്ടാഞ്ചേരി, നരിക്കുനി, കൊടുവള്ളി, കുന്നമംഗലം, പടനില എല്ലാവർക്കും സാധനം ഡോർ എത്തിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ചൂടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചോളി. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പൊ അതിനും മടിയുള്ള ആൾക്കാരാണെങ്കിൽ വിളിച്ചോളി, നല്ല പൊടി എത്തിച്ചേരും. പൊടി ഇവിടെ ഉണ്ട്, സാധനം ഇവിടെ ഉണ്ട്. നമ്മൾ നിങ്ങൾക്ക് വേണ്ട സാധനം നമ്മൾ നിങ്ങളെ വീട്ടിലെത്തിക്കും. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇതാ ഒക്കെ പുതിയ മെഷീനാണ്. അതാ ഒറ്റ മിനിറ്റ്. ഗൾഫിൽ പോകുന്ന ആൾക്കാർക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ എല്ലാ ഐറ്റംസ് പൊടികളും ഇവിടെ കിട്ടും. അതന്നെ, അങ്ങക്ക് നല്ല നല്ല മായം കലരാത്ത അല്ലാത്ത വൃത്തിയുള്ള നല്ല പൊടികൾ, വീട്ടിലുണ്ടാക്കുന്ന മാതിരത്തെ നല്ല പൊടികൾ കിട്ടുന്നതാണ്. ക്വാളിറ്റി ഊരോ വറുത്ത പൊടി, ഊരം വറുത്ത പൊടികളൊക്കെ അവിടെ ശരിക്കും ഏത് പൊടി വേണേ നമുക്ക് കൊണ്ടുതരും. അതെ, മൂത്താപ്പ ഇരുന്ന മക്കളെ വേറെ ലെവലാണ്, മനസ്സിലായത്? അതെ അതെ. ഈ വാട്സാപ്പ് നമ്പർ കൊടുക്ക, ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ഇവിടെ വന്ന് പഠിപ്പിക്കാൻ പറ്റുന്നവർ ഇവിടെ വന്ന് തന്നെ പൊടിപ്പിക്കാം. നമ്മളെ മേലിൽ പൊടിപ്പിച്ച് പൊടി തിന്ന് നോക്കി, നിങ്ങള് ഒരു പുട്ട് ഉണ്ടാക്കി നോക്കി അല്ലേ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരു പത്തിരി പരത്തി നോക്കി, ഒരു പത്തിരി നിങ്ങൾ തിന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ. അതന്നെ. അണ്ടർസ്റ്റാൻഡ്? എനിക്കെന്താ വുമൺ എംപവറിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്? അതെ, ഇങ്ങനെ ഇതുപോലെ വീട്ടിലിരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഇതൊരു പ്രചോദനമായിട്ട് ഒരു മുന്നോട്ട് വന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സൈഡായിട്ട്, ഇപ്പൊ നമ്മളെ അമ്മായിമ്മ എന്ന് പറയുമ്പോ ടീച്ചറാണ്, പക്ഷെ എന്നാലും അതിനോടുള്ള ഒരു താല്പര്യം കൊണ്ടും എന്തെങ്കിലും ചെയ്യണം എന്ന് രാത്രി പേടിച്ചിരുന്നു. ഇവിടെ മഞ്ഞാന്ന് കണ്ടമോനെ പടക്കം ഗുണ്ട് പൊട്ടിച്ചത്. ഇന്നലെ ഞങ്ങൾ ഇവിടെ അടിച്ചുപൊളി തീയിട്ടപ്പോ അതിന് പൊട്ടി. അതിന് 4-5 ആപ്പ വാങ്ങി. ഞാൻ അതിനെ പറഞ്ഞു ബാക്കിയല്ലതാ പൊട്ടിയത്. ഇത് മൂത്താപ്പ ബലൂണ് പൊട്ടിച്ചതാണ്. ഞാൻ അറിഞ്ഞു ബലാണ് പൊട്ടി. ഓക്കെ, അപ്പം നിങ്ങളും ഇതുപോലെ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ചെറിയ സംരംഭം, എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ രീതിയിൽ പറ്റുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് സെൽഫ് ഇൻഡിപെൻഡന്റ് ആവാൻ ട്രൈ ശ്രമിക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ആൾക്കാരെ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഓരോ ആൾക്കാർ ചെയ്യുന്ന ഓരോ സംരംഭങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയണ സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക അല്ലെ. അതിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സംരംഭകരെ കൂട്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് വേറൊരു കാര്യം ഉണ്ട്. നമ്മൾ കുഞ്ഞോളത്ത പ്രഗ്നന്റ് ആണ്. അപ്പൊ ചില ആളോട് പറഞ്ഞിട്ടില്ല. നമ്മള് നുനുമോൾക്ക് ഒരു കുഞ്ഞുവാ വരികയാണ് അല്ലേ നുനുമോളെ? അതെ, ഓൾ ആഗ്രഹിച്ചതാണ്. അപ്പൊ ഇളച്ചി കരയണ്. ഇളച്ചിന്റെ ഫ്രണ്ടായിട്ട് ഇളച്ചിനെ പറഞ്ഞില്ല, കരയല്ലടാ. എന്നാലും ആലോചിച്ചോക്കെ, കുഞ്ഞോളത്തത് കാണുന്നുണ്ട്. കുഞ്ഞോളത്തെ മോശമായിപ്പോയി. കാരണം നമ്മളോട് നിങ്ങൾ ഇന്നലെ കമ്പനി തുടങ്ങിയിട്ട് നിങ്ങൾ നമ്മളോട് പറഞ്ഞു, പക്ഷെ ഏറ്റവും കമ്പനി ആയിട്ടുള്ള ചങ്കിനോട് പറഞ്ഞില്ല. എന്താ പറയാനുള്ള കുഞ്ഞുവാ വരുന്നതില് ഹാപ്പി. സംരംഭകരെയും കൊണ്ട് വന്നിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടല്ലേ. എല്ലാരും കൂടി ഒരുമിച്ച് ഭക്ഷണം. ചിക്കന്റെ ബിരിയാണി, നല്ല ബിരിയാണി, നല്ല ടേസ്റ്റ്. ഓ, കേക്ക് വാങ്ങാൻ വന്നിരിക്കുകയാണ്. കേക്കിൽ എന്താ എഴുതണ്ടേ? ഹാപ്പി പ്രഗ്നൻസി ഡേ എന്നോ? അങ്ങനെ ഞങ്ങൾ ഇതാ നേരെ പോകുന്നത് നുനുവിന്റെ ആരെ കാണാൻ. അതെ, നുനുവിന് ഒരു കുഞ്ഞുവാവ വരാൻ പോവാണ്. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ കേക്ക്, പാർട്ടി പോപ്പർ എല്ലാം മേടിച്ചിട്ടുണ്ട് അല്ലെ. മം ടു ബി ചെയ്യാൻ വേണ്ടി പോവാണ്. പോവാ, അത് സർപ്രൈസ് ആയിട്ട്. നമ്മൾ പറഞ്ഞിട്ടില്ല വരുന്ന കാര്യം, നമ്മൾ സർപ്രൈസ് ആയിട്ടാ പോകുന്നത് അല്ലേ ഇളച്ചിയ? ഇളച്ചിന് കണ്ണാട ഇട്ടിട്ട് എന്താ രസം. കമന്റ് ചെയ്യൂ നിങ്ങൾ. ഈ ഇന്ത കോലത്തേക്ക് നിങ്ങൾ കമന്റ് പണ്ണുങ്ക. അല്ല മോളെ, കാക്കില്ല ഗ്യാസ് മുട്ടായി?
ഒരു ഗ്യാസ് മുട്ടായി കൊണ്ടുപോളെ കണ്ടില്ലേ നമ്മളെ വണ്ടിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ചപ്പ് ചവറ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും നമ്മള് വൃത്തിയില്ലാത്ത വണ്ടിയാന്ന്. പക്ഷെ അത് അങ്ങനല്ല. പറഞ്ഞവർക്കും അറിയാം എന്തിനാണത്. ഇത് നമ്മളങ്ങനെ പുറത്തൊന്നും ഇടാറില്ല. അത് ഇപ്പത്തെ ഫൈനിനെ പേടിച്ചിട്ടല്ല കേട്ടോ. മുന്നേ നമ്മൾ ഇങ്ങനെ തന്നെ. അപ്പൊ ഓവർ സ്നേഹിക്കണ്ട മൊത്തം. അപ്പൊ പിന്നെ അഭിനയിക്കുന്നു പറഞ്ഞു. അഭിനയിക്കാതെ എങ്ങനെ ജീവിക്കുക? ഞാൻ വെറുത്തു തുടങ്ങി നിങ്ങളെ കണ്ടതിന് ശേഷം. മോളെ ബാക്കിലേക്ക് നോക്കണ്ട. അപ്പൊ അങ്ങനായോ നമുക്ക്? ഇങ്ങോട്ടെ വീട് മാറിപ്പോയെ. വീട് മാറി കയറിയ പ്രശ്നം. അപ്പൊ നമ്മൾ ഇവിടെ എത്തി. മുണ്ടണ്ട നമ്മള് പറഞ്ഞിട്ടില്ലല്ലോ. ഒറ്റണ്ടാക്കാതെ ബെല്ലടിക്കാം. നമ്മളെ കാറ് കാണണ്ട, ഉള്ളിലേക്ക് എത്തിയേക്കാം. പിന്നെ കാറ് വരുന്ന സൗണ്ട് കേൾക്കാണ്ടിരിക്കാൻ എന്റെ കുഞ്ഞുത്ത പൊട്ടെത്തിയോ. അപ്പൊ നമുക്ക് ഇതുവരെ ആള് തുറന്നിട്ടില്ല. മം ടു ബിയിലെ മമ്മിനെ നമുക്ക് പോയി പൊക്കാം. വാ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തിറക്കി കൊണ്ടുവന്നിട്ട് മറ്റേ ഘടിപ്പിക്കാം. ബെല്ലടിക്കാതെ ഒച്ച ഉണ്ടാക്കണം. ഉള്ളിന്നാക്കാം. അപ്പൊ ഇതാ ബർത്ത്ഡേ ഹാപ്പി മം ടു ബി ഗേൾ ഇതാണ് നമ്മളെ അല്ലേ? എന്തെങ്കിലും അല്ലേ? ഹാപ്പി മം ടു ബി ഗേൾ ലേഡി വുമൺ. അതെ. അപ്പോ സഹൃദയരെ, ഇന്നലെയാണ് ഞങ്ങളെല്ലാവരും ആ ഒരു ഇത് അറിഞ്ഞത്. പക്ഷെ അതിലൊരു മോശം സംഭവം ഉണ്ടായിട്ടോ. ഒരു മോശം ഉണ്ടായത് എന്താ അറിയോ? ഇവളും ഞാനൊക്കെ നിങ്ങളെ ഫ്രണ്ട് ആയത് ഇപ്പൊ അടുത്താ. പക്ഷെ ശരിക്കും ഫ്രണ്ട് നിങ്ങൾ പറഞ്ഞില്ല. അത് മോശമായി. അറിയിക്കാൻ എന്തേ? അതെന്താ അറിയിക്കാൻ ഞാൻ? അത് മോശമായി പോയിട്ടോ. അവൾക്ക് കരച്ചിലും സങ്കടമൊക്കെ വന്ന് നേരത്തെ കരയായിരുന്നു. അപ്പൊ നമ്മളോട് കൺഫേം അല്ലാത്ത നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഇവളോട് എല്ലാത്തിനും കൂടുതൽ കൂടെ നിൽക്കുന്ന, എല്ലാത്തിനും നിങ്ങളെ കൂടെ നിൽക്കണ ഈ പാവം കുട്ടിയെ എന്താ റിങ്ങിന്റെ നടുവിൽ നിന്നെ നടുവിൽ. ഓക്കെ. അപ്പൊ അല്ല, ഓര് കൺഫേം ചെയ്തോന്ന് ഞമ്മക്ക് അറിയാതെ നമ്മള് സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ചത് ഞമ്മക്കറിയാതെ പോയല്ലോ. അത് കുഴപ്പമില്ല. കേക്ക് ഇപ്പൊ എന്ത് ചെയ്യും നമ്മള്? അല്ല, ഞാൻ കാര്യപ്പെട്ടെ. അല്ല, കേക്ക് മസ്റ്റായി പോയല്ലോ. പാർട്ടി പോപ്പറെങ്കിലും പൊട്ടിക്കഴിഞ്ഞപ്പോ വലിയ ധാരണ നമുക്കില്ലാത്തോണ്ട് ഉമ്മൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങള് സർപ്രൈസ് ആക്കാൻ വന്നത്. ബിൽവാലെ പൂച്ച് ദേരിയാ. ഓള് വരെ നമ്മളെ കളിയാക്കണി. നൂന് വരെ നമ്മളെ കളിയാക്കിച്ചിരിക്കുന്നു. ആ ഒരു ചടങ്ങാണ് നമ്മള് അല്ലേ? അതെ. പിന്നെ ഒരു കാര്യം പറയാണ്ട്, ഒരു കാര്യം എല്ലാവരും പറയാം, കൺഫേം ആയിട്ടില്ല, ഞങ്ങൾ ചമ്പിപ്പോയതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഓക്ക് സിബ്ലിങ്സ് ഒന്നുമില്ല, ഞങ്ങളൊക്കെയാണ് ഓളെ സിബ്ലിങ്സ്. അതെ, വരും. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു സർപ്രൈസ് ചെയ്തതാണ്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളിത് മനസ്സിലാക്കുന്നതായിരിക്കും. ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇനി കൺഫേം ആണെങ്കിൽ അടുത്ത വീഡിയോയിലൊക്കെ കമ്മിങ് വീഡിയോയിൽ ഏതെങ്കിലും വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങളോട്. അപ്പൊ നമ്മൾ എന്തായാലും ഇത് വാങ്ങി, ഞങ്ങളുടെ ഒരു ആക്രാന്തം മൂലം നടന്നതാണ്. ഇല്ല, നമ്മളെ കുറ്റം പറഞ്ഞു കാര്യമില്ല. ഓരമ്മനും ഉമ്മ ആയിക്കോട്ടെ, നമ്മളെ അളിയനായിക്കോട്ടെ അല്ലേ, ഓരോക്കെ എക്സൈറ്റ്മെന്റ് കണ്ടപ്പോഴാണ് നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആയത്. പിന്നെ നമ്മൾ ഓൾറെഡി എക്സൈറ്റഡ് ആൾക്കാരാണല്ലോ. അപ്പൊ വരൂ, ഇരിക്കൂ. ഹാപ്പി മം ടു ബി, ഹാപ്പി മം ടു ബി, ഹാപ്പി മം ടു ബി കുഞ്ഞോൾസ, ഹാപ്പി മം ടു ബി.
കേക്ക് ഞാൻ മേടിച്ചോണ്ട് പറയല്ല. കേക്ക് ഞാനും സിംഗി കൂടി മേടിച്ചതിനെ കൊണ്ട് പറയല്ല. നല്ല ടേസ്റ്റ് ഉണ്ട് ഇല്ലേ? നല്ല ടേസ്റ്റ് ഇല്ലേ? എന്റെ കുട്ടിക്ക് മുറിച്ചു കൊടുത്തേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഹാപ്പി മം ടു ബി. അതെ. അപ്പൊ എന്താ പറയാ, ഈ പരിപാടി നമ്മളിപ്പോ പറഞ്ഞില്ലേ? പക്ഷെ പൊട്ടിക്കാണ്ടിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, അതെ, പാർട്ടി പേപ്പർ എവിടെ? ഞാൻ നമ്മൾ പൊട്ടിക്കാത്തതിന്റെ കാര്യം എന്താ പറഞ്ഞാല് അതും കൂടി അല്ലേ, ഏതായാലും ഇതുവരെ സാധനം കൊണ്ടുവന്ന അപ്പൊ മുറിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് മതി. അതെ അതെ അതെ, ഇതൊക്കെ ഓളെന്നെ അടിച്ചു വരണ്ട, അല്ലെങ്കിൽ ഇവള് അടിച്ചു വരണം. അപ്പൊ അതുകൊണ്ട് ഇവള് പറഞ്ഞു വേണ്ടാന്ന്. ഇനി ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അടുത്ത കമന്റിൽ വരും മറിയം അടിച്ച് മറിയം. അല്ലല്ല, വേറൊരു കാര്യം കേട്ടോ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എല്ലാരും മറിയം പണിയെടുക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് സത്യമാണെങ്കിലും ഓള് വീട്ടിലില്ലാത്തതിനോണ്ടാ. വീട്ടിലുണ്ടെങ്കിലും ഓള് പണിയെടുക്കുമായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഒരു പണി ഇതുവരെ എടുത്തിട്ടില്ല. ക്ലീൻ അടിച്ചോരിട്ടുണ്ട് അവിടെ. അതാ ഞാൻ പറഞ്ഞു കൊടുക്കണേ, പറഞ്ഞു കൊടുക്കട്ടെ. അടിച്ചോരിട്ട് രാവിലെ എണീക്കോള്, എന്നിട്ട് അടിച്ചോരിട്ടുണ്ട്, ഓള് തുടച്ചിട്ടുണ്ട്, ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഞാനും ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലോ. അതെ, ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് നിനക്ക് ഗത്തായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത്. ടോയ്ലറ്റ് ക്ലീൻ ചെയ്തത് ചിലപ്പോ നിനക്ക് ഗത്തല്ലെങ്കിലോ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്റെ കുട്ടി മറിയം ചെയ്യാത്തോളല്ല, അല്ലാത്ത ഒരുപാട് പണികളുണ്ട്. ഉണ്ട്. അതെ, നമ്മള് ഫുള്ള് തിരക്കിലായിരുന്നു. അപ്പൊ വീട്ടിലെത്തിയിട്ട് അതിന്റെ പുറകില് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ, സർപ്രൈസ് റിവീലിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാ. കുഞ്ഞോളത്തേക്ക് പിന്നെ ഒറ്റ മോളാണ് അല്ലേ? ഒറ്റ മോളായതുകൊണ്ട് സിബിലിങ്സ് ആയിട്ട് നമ്മളൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓടി വന്ന് ഈ പരിപാടി ഇതാക്കിയത്. നമ്മൾ അളിയൻ പുറത്താണ്. അളിയൻ നിങ്ങൾക്ക് അറിയൂലേ? അതെ, പാട്ടുപാടിയ അളിയൻ. അതെ, ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പാട്ടുപാടിയ അളിയന് പുറത്തു പോയതാണ്. അപ്പം മുപ്പരോടും കൂടെ ഓക്കെ അല്ലേ? എന്തോ ഓക്കെ. അതെ അതെ അതെ. അപ്പൊ എന്തായാലും നമ്മളിതാ സന്തോഷായില്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങളോട് പറഞ്ഞ മാതിരി തന്നെ ഏതാണ് കൊടുവള്ളി ആ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർ, കുന്നമംഗലം, മടവൂർ, നരിക്കുനി ആ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ ഇവരമ്മയാണ് കേട്ടോ. ഒരു സംരംഭക ഇവരമ്മയാണ്. മില്ലിന്റെ ഒരു സംരംഭക. ഇല്ലാത്ത വാങ്ങാന് ഓർഡർ ചെയ്താൽ മതി. ഓർഡർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ പൊടിപ്പിക്കാനുള്ള സാധനം ഹോം ഡെലിവറി ഉണ്ട്. പൊടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സാധനം റെഡിയാക്കി വെച്ചാൽ വന്ന് കളക്ട് ചെയ്തിട്ട് തിരിച്ചവിടെ കൊണ്ട് അതിനൊരു ചെറിയൊരു ചാർജ് ഉണ്ടായിരിക്കും. ആ കളക്ട് ചെയ്യണതിന്റെ ചാർജ് വണ്ടിന്റെ ചെറുത്. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നല്ല പൊടികൾ അവിടുന്ന് കിട്ടും. അതൊക്കെ വാങ്ങാൻ പറ്റും. നല്ലൊരു സംഭവമല്ലേ? വരമ്മൻ്റെ അട്ട ഞാനാണ് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ദാ ഈ രണ്ട് ആൾക്കാരുടെ ഉമ്മമാരാണ് സംരംഭകമാര്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഇത് കാണുന്ന ആൾക്കാരിൽ ഇവരാരെങ്കിലും റിലേറ്റീവ്സ് ഈ ഏരിയയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കട്ടെ ഈ വീഡിയോ. അതെ, എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഹെൽപ്പ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ. നുനുമോള ബൈ.